വാച്ച് ടവറിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഇതിന്റെ 360 വ്യൂവിൽ എന്തോ കാണാൻ പറ്റും. മുകളിൽ കയറി കഴിഞ്ഞാൽ കുന്തിപ്പുഴ അങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അന്നേരം ഞങ്ങൾ വരുന്ന സമയത്ത് ഫുള്ള് മഴയായിരുന്നു. ഇതിങ്ങനെ കേറുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇളകുമായിരുന്നു. ഒരേ സമയം ഒരു മിനിറ്റ് ഇടാ. ഇത് വരണ വഴിയാണ്. തണുപ്പ് അല്ലേ? പിന്നെ എങ്ങനെയുണ്ട്? കാറ്റ് കണ്ട ഇവിടെ ഇതാണ് വാച്ച് ടവർ എന്നുള്ള വ്യൂ. ഇനി ഞങ്ങൾ ഇനിയും മുകളിൽ പോകാനുണ്ട്. ഇളകണില്ലേ? കിതക്കണ് കേറിട്ട് ഹോസ്റ്റലിന്റെ ഏറ്റവും ടോപ്പിലാണ്. എങ്ങനെയുണ്ട്? വളരെ സൂപ്പറായിട്ടുണ്ട്. ഇത് ഇളകുണ്ട്. മഴയും കൂടെ ഉണ്ടെങ്കിൽ കിടുവായിരുന്നു. ഇതെല്ലാം പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? നെറ്റ് പോലും ഇല്ല, റേഞ്ചും ഇല്ല. ഇതാണ് കുന്തിപ്പുഴ. ഹായ് ഗൈസ്, സോ ഞാനിപ്രാവശ്യം വ്ളോഗ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ആതിര ചേച്ചിയുടെ ചാനലിൽ കാണാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടമായി ഇത്. ആൻഡ് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് എന്താ പറയുക, യുനോ ലൈക്ക് നിങ്ങളൊരു നേച്ചർ ലവർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരണം. കാരണം ഇത് വളരെ ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. ആൻഡ് ഐ ഹോപ്പ് സിമിലർ മൈൻഡ്സ് വരും. അല്ലാതെ യുനോ ലൈക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ വരാൻ പാടില്ല. പിന്നെ ഈ കലപിലാന്നായിട്ട് വരുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടല്ല ഇത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലൈക്ക് സൈലന്റ് ആയിട്ട് നമ്മളിത് ഇതിന്റെ ശബ്ദങ്ങളും ഇതിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരണ്ട. അവർക്കൊന്നും മനസ്സിലാവില്ല. കാണാൻ പറ്റിയ സംഭവങ്ങൾ എന്തൊക്കെയാ? 11:09. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് കേട്ടോ. കിട്ടിയിട്ടുണ്ട് ചായയും കപ്പിയൊക്കെ കുടിക്കാനായിട്ട്. ഇവിടെയാണ് കുടിക്കേണ്ട ഏരിയ. ഇതാണ് നമ്മൾ ചായയും കാപ്പിയും സ്നാക്സൊക്കെ കഴിക്കുന്നത്. നമുക്ക് ഫ്രീ ആണ്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടെയും 2 കോഫിയാണ്. കോഫിയും ചായ അല്ലാതെ വേറെ ബൂസ്റ്റൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇത് നമ്മുടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയതാണ്. കുന്തിപ്പടിക്കുന്ന
അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുന്തിപ്പുഴയ്ക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 കിലോമീറ്റർ ഉണ്ട് കയറാൻ, ചേർന്ന് തിരിച്ച് അതേപോലെ 1.5 കിലോമീറ്റർ കയറാനുണ്ട്. ഏകദേശം 1 മണിക്കൂർ ആവുമെന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു സ്നാക്സ്? നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. യെസ്, നന്നായിട്ടുണ്ട്. അത് കോഫിയും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കോഫി കൊടുക്കും. പൊടിക്കാപ്പി. യെസ്. ഇത് മഴ സോ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ എത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇതാണ് സിക്കാഡ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിക്കറ്റിൻ്റെ സൗണ്ട്. ഇതാണ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെ വന്നാലേ അറിയാൻ പറ്റും. ഇപ്പോൾ നോട്ട് സോ സൈലൻറ്റ് വാലിയായി. യാ, കാരണം കാലാവസ്ഥാ വ്യതിയാനങ്ങളും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും കാരണം അതും കൂടെ ഇവിടെ താമസിക്കാൻ തുടങ്ങി. ചൊറിയണമില്ലേ നമ്മുടെ അതിൻ്റെ കുറച്ചും കൂടെ ഇന്ത്യയിൽ തട്ടിക്കഴിഞ്ഞ 1 മാസമൊക്കെ പനിയുണ്ടാവും. പക്ഷെ ഇത് സൈലന്റ് വാലിയിൽ മാത്രം കാണുന്ന നീരാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരമാണ്. ഇതുണ്ട് കേട്ടോ, പല ടൈപ്പിൽ കാണാം. ഒരു ഇലയുടെ സ്കെൽട്ടൺ നോക്കി വേണ്ട. അതിപ്പോൾ ഡാമേജ് ആയി കിടക്കണം, അതിലൂടെ കിടക്കായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആഴം തോന്നില്ല, അടി കാണുന്നുണ്ട്, അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പക്ഷെ ഇവിടെ ഒന്നും നിലയില്ല, അതിലൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടൂല, നമുക്ക് ടക്കെന്ന് പോകും. ഇപ്പോൾ നോക്കി ആ വെള്ളം ഒഴുകുന്ന ഒരു ഫീലാണോ എണ്ണ ഒഴുകുന്ന ഒരു ഫീലാണോ നമുക്കത് കാണുമ്പോൾ തോന്നണേ? എണ്ണ ഒഴുകണ പോലെ, കട്ടിയുള്ളൊരു ദ്രാവകം ഒഴുകുന്ന പോലെ തോന്നണേ. അതില് പെട്ട് കഴിഞ്ഞ പിന്നെ രക്ഷയൊന്നുമില്ല, പോയി. ഫോൾസ് ആണ്, അതായത് 1 കിലോമീറ്റർ 200 മീറ്റർ താഴ്ചയിലേക്കാണ് പോകുന്നത്. നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ. സോ ഇത് നെല്ലിൻ്റെ ജീനുള്ളൊരു സസ്യമാണ്. സൈലന്റ് വാലി നായരി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നെല്ല് നമുക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് കളക്ട് ചെയ്ത് ജീന് കളക്ട് ചെയ്താൽ നമുക്കത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഏരികളാണ് റെയിനിങ് സീസണിൽ വെള്ളം ഒബ്സർവ് ചെയ്യുക. ആ വെള്ളം ഇവർ ശേഖരിക്കും. മഴയില്ലാതെ ആണെങ്കിലും അത് ഇറ്റിറ്റ് നമുക്ക് വരും. ഇത് കൂടിച്ചേർന്ന് കുറേ ചെയ്യുന്ന ഭാഗങ്ങൾ ഇതുപോലെ ഒലിച്ചു തുടങ്ങും. ഇങ്ങനെ ഒലിച്ചു തുടങ്ങുന്നത് കുറച്ച് കൂടിച്ചേരുമ്പോൾ ചെറിയൊരു അരുവിയാകും. ഇതൊക്കെ കൂടിച്ചേർന്നിട്ടാണ് ഇതുപോലെ വലിയൊരു പുഴയാകും. ട്രക്കിംഗ് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഇനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അല്ല അല്ല, അതിൻ്റെ മണ്ടല്ലേ. അപ്പൊ അതും ഇതുപോലത്തെ ഈ ഫ്രൂട്ട് കഴിക്കുമോ? അത് അവർ ആ ഫ്രൂട്ടല്ല കഴിക്കുന്നത്, ഉണങ്ങിയത് അവർ ചാടിയപ്പോൾ ഉണങ്ങിയത് അവരുടെ വന്നാണ്. സോ ഞങ്ങൾ വാഷ്റൂമിൽ പോയി വന്നു. ഇനിയിപ്പോൾ താഴോട്ട് പോകണം, പിന്നെ അവിടെ നിന്ന് KSRTC കയറണം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫുഡ്. ഞങ്ങൾ അവർ ഏതിൽ ബസ്സിൽ കയറി ഇരിക്കാനാണോ പറഞ്ഞത്? അല്ലല്ല, ഹോട്ടലിൽ. സോ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. മുസ്തഫ എന്നാണ് ചേട്ടൻ്റെ പേര്. അടിപൊളിയായിരുന്നു അല്ലേ? നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ദേഷ്യപ്പെട്ടില്ല അല്ലേ? എത്ര ലേറ്റ് ആയി നമ്മളെല്ലാവരും. പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അരി വാങ്ങിച്ചു, വീട്ടിലേക്ക് കുറച്ച് അരി. ഇനിയിപ്പോൾ കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കയറിയ ഹോട്ടലിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററായി നടക്കാൻ തുടങ്ങിയിട്ട്. പെട്രോളും നടന്നിട്ട് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു, അല്ല എല്ലാവരും വന്നിട്ടുണ്ട്.
വെയിറ്റ് ചെയ്യും ഫിഷ് ഉണ്ട് ഇതെന്താണ്